الحمد لله الأحد الجبار والصمد الغفار وعلى آله وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഓരോ ദിവസങ്ങളിലും ഓരോ മരണ വാർത്തകൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഒരുപാട് മയ്യിത്തുകളെ സന്ദർശിച്ചവരാണ്, മയ്യിത്തിനെ കുളിപ്പിച്ചവരാണ്, അതുപോലെ തന്നെ ആ മയ്യിത്തിനു വേണ്ടി നമസ്കരിച്ചവരാണ്, ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. വിശ്വാസികളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മയ്യത്തിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. പലപ്പോഴും ഈ ഒരു സംഭവം നമ്മുടെ നാടുകളിൽ സംഭവിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, അതിനൊക്കെ ഇവിടെ ആളുകളില്ലേ, അവർ മനസ്സിലാക്കിയാൽ മതി, അവരത് ചെയ്തോളും, പോരാ. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, ആ മയ്യിത്തിനോടുള്ള കടമകളെ, കടപ്പാടുകളെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് അനിവാര്യമാണ്. നോക്കൂ, നിങ്ങൾ ആ മയ്യിത്തിന് വേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു മയ്യിത്തിന്റെ വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്രകാരം പറയണം. എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ ആ റബ്ബിൽ നിന്ന് വന്നവരാണ്, ആ റബ്ബിലേക്ക് തന്നെ ഞങ്ങൾ പോകേണ്ടവരാണ്. ഇത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകണം.
കാരണം ഈ ലോകത്തുള്ള എത്ര വലിയ പണക്കാരനായാലും പണിക്കാരനായാലും കുബേരനായാലും കുചേലനായാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിശ്ചയിച്ച ആ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ആ മരണം അവിടെ സംഭവിക്കും. അപ്പൊ നാടുകളിൽ നിന്ന്, നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ മരണവാർത്ത നമ്മൾ കേൾക്കുമ്പോ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ആ മയ്യിത്തിനോട് നമുക്കുള്ള ബാധ്യത എന്താണെന്നറിയോ? ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരവസ്ഥ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോ എത്രയോ ആളുകൾ, ഒരുപാട് വ്യക്തികൾ എന്താണെന്നറിയോ ചെയ്യുന്നത്? മയ്യിത്തിനെ പോയി കാണുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ കാണുന്നത്? ഞാൻ പോയിട്ടില്ലെങ്കിൽ കുടുംബക്കാരൊക്കെ എന്താ വിചാരിക്കുക? ഞാൻ കുറച്ചൊക്കെ സ്റ്റാറ്റസ് ഉള്ള ആളല്ലേ നാട്ടിൽ, ഇനി ഇന്നെ മാത്രം കണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്തയല്ല വിശ്വാസിക്കുണ്ടാകേണ്ടത്. അല്ലാഹുവേ, ഒരു മയ്യിത്തിനെയാണ് ഞാൻ സന്ദർശിക്കുന്നത്, ആ മയ്യിത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ദൃഢമായ ബോധം, ചിന്ത അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് മയ്യിത്തുകളെ സന്ദർശിച്ച വ്യക്തിയാണ്, ഒരുപാട് മയ്യിത്തുകളെ കൊണ്ടുപോയ വ്യക്തിയാണ്, ഒരുപാട് മയ്യിത്തുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കരഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ചാലിച്ചു വീഴുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണിത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പൊന്നുമോനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ ഇബ്രാഹീമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വ്യസനമുണ്ട്. പക്ഷേ എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത, എന്റെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല മോനെ എന്നാണ്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പൊന്നുമോനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ മയ്യിത്തുകളെ പോയിട്ട് നമ്മൾ കാണുമ്പോഴും അതിനെ സന്ദർശിക്കുമ്പോഴും നമ്മൾ എത്ര ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടി വരും? എത്രയോ ആളുകളില്ലേ ഒരു മരണമങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്ന ആളുകൾ. പടച്ചോൻ ഇന്നും കൂടി അങ്ങോട്ട് കൊണ്ടേക്കൂടായിരുന്നൂടെ? ഇന്ന് മാത്രം ഇവിടെ ബാക്കിയാക്കണോ? ഇല്ലെങ്കിൽ ഇത്ര വലിയൊരു പരീക്ഷണം എനിക്ക് തന്നെ വേണ്ടിയിരുന്നോ? വിശ്വാസികളെ, വരാൻ പാടില്ല, വരാൻ പാടില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണ്. സങ്കടമുണ്ടാകും, ദുഃഖമുണ്ടാകും. കാരണം ചെറുപ്പം മുതൽ നമ്മളെ പോറ്റി വളർത്തിയ, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന നമ്മുടെ ഉപ്പ മരിച്ചു കിടക്കുമ്പോ, നമ്മുടെ ഉമ്മ മരിച്ചു കിടക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആരുടെ കണ്ണിൽ നിന്നാണ് കണ്ണുനീര് വരാതിരിക്കുക? ആരുടെ ഹൃദയമാണ് പൊടിയാതിരിക്കുക? ആരാണ് വിരുമ്പാതിരിക്കുക? ഇല്ലല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ മാറത്തടിച്ചുകൊണ്ട്, മുടിവലിച്ച് കീറിക്കൊണ്ട് ഈ രൂപത്തിലുള്ളതൊന്നും അവിടെ സംഭവിക്കുവാൻ പാടില്ല. ആത്മാർത്ഥമായി കൊണ്ട് ആ മയ്യിത്തിനെ പോയി സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇദാ ഹളർതുൽ മരീല അവൽ മയ്യിത ഫഖൂലൂ ഖൈറാത്ത്. നിങ്ങളൊരു മയ്യിത്തിനെയോ നിങ്ങളൊരു രോഗിയെയോ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലത് പറയണേ എന്നാണ്. വിശ്വാസികളെ, അത് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നമ്മുടെ രോഗിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ രോഗിക്ക് സമാധാനപരമായി കൊണ്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ആ രോഗിയെ അടുത്തിരുത്തിക്കൊണ്ട് സമാധാനത്തോടുകൂടി വിഷമിക്കേണ്ടതില്ല. അല്ലാഹു താങ്കൾക്ക് ശിഫയാക്കി തരും. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. താങ്കൾക്ക് അല്ലാഹു രോഗമാണ് പരീക്ഷണമായി തന്നത് എങ്കിൽ സഹോദര, മറ്റുള്ളവർക്ക് പടച്ച റബ്ബ് വേറെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സങ്കടപ്പെടണ്ട, ആവലാതിപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗിയെ സമാധാനിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം.
അതേപോലെ തന്നെയാണ് മയ്യിത്തിനെ പോയി സന്ദർശിക്കുമ്പോഴും ഫഖൂലൂ ഖൈറാത്ത്, നിങ്ങൾ നല്ലത് പ്രാർത്ഥിക്കണേ, നല്ലത് പറയണേ. കാരണം എന്താണ്? ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം മലക്കുകൾ ആമീനെടുക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ മയ്യിത്തിനെ നീ പുറത്തു കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവിന്റെ മുഖറബീങ്ങളായിട്ടുള്ള മാലാകന്മാർ ആമീനെടുക്കുന്നുണ്ട്. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? ഞാനിത് പോയി കണ്ടിട്ടില്ല എങ്കിൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്റെ കുടുംബജീവിതം നഷ്ടപ്പെടുമോ? എന്റെ അയൽപ്പക്ക ബന്ധം ഇല്ലാതാകുമോ? പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ പരിഹാരമുണ്ട്. ദുനിയാവിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ഒരു ഭാഗത്തേക്കും അലട്ടേണ്ടതില്ല. പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. പക്ഷേ നാളെ പരലോകത്തേക്ക് വേണ്ടത് നമ്മൾ കാണണം, ഖബറിലേക്ക് വേണ്ടത് നമ്മൾ കാണണം. നമുക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്മകൾ പറഞ്ഞു തന്ന മാതാപിതാക്കളില്ലാത്ത ഖബർ, ഉപ്പയില്ലാത്ത ഖബർ, ഉമ്മയില്ലാത്ത ഖബർ, ആരുമില്ലാത്ത ആ പരലോകം, അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ മയ്യിത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിനോടുള്ള രണ്ടാമത്തെ ഒരു ബാധ്യത. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ആ മയ്യിത്തിനോടുള്ള മറ്റൊരു ബാധ്യതയാണ് ആ മയ്യിത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സൗകര്യങ്ങളേറെയാണ്. അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ, അല്ലാഹുവിന്റെ ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, എന്ത് നന്മകളും ചെയ്യാൻ സൗകര്യമേറെയാണ്. നമ്മൾ ഓരോരുത്തരും കൃത്യമായി കൊണ്ട് ആ മയ്യിത്തിനെ കുളിപ്പിക്കുന്ന രീതി നമ്മൾ പഠിക്കണം. 10 മിനിറ്റ് വേണ്ട, അത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നുവെന്ന് നോക്കിയാൽ നോക്കൂ നിങ്ങൾ, ആ മയ്യിത്തിനെ കുളിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം. ആ മയ്യിത്തിനെ കഫൻ പുടവ അണിയിക്കാൻ, അതിനെ പൊതിയാൻ നമുക്ക് സാധ്യമാകണം. ആ മയ്യിത്തിനെ മറമാടാൻ, അവിടെയുള്ള ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ, അവിടെയുള്ള സുന്നത്തുകളെ അവിടെ ചെയ്യാനുള്ള അറിവും പക്വതയും നമുക്കുണ്ടാകണം. ഒന്ന് ആലോചിച്ചാണ്, ചെറുപ്പം മുതൽ നമ്മളെ പോറ്റു വളർത്തിയ നമ്മുടെ പൊന്നുപ്പ മരണപ്പെട്ടിട്ട് ആ പൊന്നുപ്പക്ക് വേണ്ടി നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ആ പൊന്നുമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ്. മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ നല്ല മക്കളാണ്. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. നല്ല ഇൽമു കൊടുത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അങ്ങനെ ആ മയ്യിത്തിനെ നിങ്ങൾ കുളിപ്പിച്ചു കഴിഞ്ഞാൽ, ആ മയ്യിത്തിനെ നിങ്ങൾ കഫൻ പുടവ അണിയിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറമാടൽ പെട്ടെന്ന് നടത്തണം. എത്രയോ ആളുകൾ പറയാറുണ്ട്, ഇന്ന ഭാഗത്താണ് മോനുള്ളത്, ഇന്ന ഭാഗത്താണ് മകളുള്ളത്. ഒക്കെ ശരിയാണ് പ്രിയപ്പെട്ടവരെ. രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ വസീയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഞാൻ എവിടെയാണോ മരിച്ചത്, നിങ്ങൾ എന്നെ അവിടെ നിങ്ങൾ മറവ് ചെയ്യണം. അങ്ങനെ നമ്മൾ വസീയത്ത് ചെയ്ത് വെക്കണം. അതാണ് രീതി എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാത അഹദുകും ഫലാ തുഹബ്ബസൂ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറമാടുന്നതിനെ നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെക്കരുത്. വഅസ്രിഹൂ ബിഹി ഇലാ ഖബരിഹി, ആ മയ്യിത്തിനെ നിങ്ങൾ വേഗം അതിന്റെ ഖബറിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, മരണപ്പെട്ടു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര നിസ്സഹായനാണ് മനുഷ്യൻ. ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്ക് അസ്വസ്ഥനാകും നമ്മൾ, ചെറിയ ഒരു വയറുവേദന വരുമ്പോഴേക്ക് പേടിക്കും നമ്മൾ. നമ്മുടെ ജീവിതത്തിലില്ലാത്ത എവിടെയൊക്കെയോ ഒരു രോഗം ഇവിടെ ഇരുന്ന് കേട്ടാൽ പോലും സങ്കടപ്പെടുന്നു നമ്മൾ. ആ നമ്മൾ നമ്മുടെ മരണത്തിന് ശേഷം ആ മരണത്തിന്റെ അവസ്ഥയൊക്കെ ചിന്തിക്കുമ്പോൾ എത്ര വലിയ പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഖബറിലേക്ക് നിങ്ങൾ അതിനെ വേഗം എത്തിക്കണം.
വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആ മയ്യിത്തിനെ പിന്തുടരണം. നമ്മൾ പെട്ടെന്ന് പോയി മയ്യിത്തിനൊന്ന് കാണും, മയ്യിത്തിന് പ്രാർത്ഥിക്കും, അവിടെയുള്ള കുടുംബക്കാരെന്ന് കാണും, എന്നിട്ട് നമ്മൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി പോവാണെന്ന് പറഞ്ഞ് നമ്മൾ വേഗം പോകും. അതിനപ്പുറം ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും വാരിക്കൂട്ടി വീട്ടിലേക്ക് മടങ്ങാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ആ മയ്യിത്തിനെ പിന്തുടരുക എന്നുള്ളത് ആ വിശ്വാസിയോടുള്ള നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ബാധ്യത കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോട് 5 കടമകളുണ്ട്. ഒരു ഹദീസിൽ 6 കടമകൾ എന്ന് നമുക്ക് കാണാം. വ്യത്യസ്തമായ റിവായത്തുകളിലൂടെ വന്നതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒന്നാമത്തെ അവനോടുള്ള ബാധ്യത എന്തെന്നറിയുമോ? റദ്ദുസ്സലാം, സലാം അടക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയാദത്തുൽ മരീം, അവൻ രോഗിയായാൽ നീ അവനെ പോയി സന്ദർശിക്കണം. അതൊക്കെ ഒരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. ഒരു രോഗിയായി കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ആ രോഗിയായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, പടച്ചോനെ ഈ രോഗമൊന്നു മാറി എന്നെ ആരോഗ്യത്തിന്റെ നിലയിലേക്കൊന്ന് എത്തിച്ചു തന്നാൽ ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ അമലുകൾ ചെയ്തോളാം, ഞാൻ നല്ല ആളായിക്കോളാം റബ്ബേ എന്ന് രോഗി ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി രോഗി ആഗ്രഹിക്കണം എന്താണെന്നറിയോ? എന്റെ കുടുംബക്കാർ ഒരല്പനേരം എന്റെ അടുത്തൊന്ന് വന്നിരുന്നുവെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, എന്റെ മക്കളൊക്കെ എന്റെ അടുത്തൊന്ന് ഇരുന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രോഗികൾ. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ, രോഗികളായി കിടക്കുന്ന ആളുകളെ നമ്മൾ ഇടക്കിടക്കൊന്ന് ചാഞ്ഞും ചെരിച്ചൊന്ന് മാറ്റി കിടത്തി കൊടുക്കണം. അവർക്കൊരു സുഖാണത്. കാരണം ശരീരം അനങ്ങാതെ ആ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് ഏറെയാണ്. അതൊക്കെ നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് ആ രോഗിയോടുള്ള ബാധ്യതയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വത്തിബാഉൽ ജനായിസ്, അവന്റെ മയ്യിത്തിനെ നിങ്ങൾ പിന്തുടരണം. ആ മയ്യിത്തിനെ പിന്തുടരാൻ നമുക്ക് സാധ്യമാകണം. വതശ്മീതുൽ ആതിസ്, അവൻ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ അവന് വേണ്ടി നീ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇത് മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും പേടിക്കേണ്ടതില്ല, അവൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ചീത്ത മനുഷ്യനാണോ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാതെ താൻ തോന്നിയായി തമ്മാടിയായി ജീവിച്ച മനുഷ്യനാണോ, അവൻ നാളെ ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇദാ ബുലിഅത്തിൽ ജനാസത്തു വഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, മയ്യിത്ത് കട്ടിലിൽ വെച്ച് പുരുഷന്മാർ ആ മയ്യിത്തിനെ ചുമലിലേറ്റി അങ്ങ് പുറപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ, ഫഇൻ കാനത് സ്വാലിഹാ, ആ മരിച്ച വ്യക്തി ഒരു നല്ല മയ്യിത്താണോ, അവൻ പറഞ്ഞു പോകും, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണമേ. നല്ല മയ്യിത്താണെങ്കിൽ അത് പറയുന്നതാണ്, ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകൂ. എന്നാൽ വഇൻ കാനത് ഗൈറ സ്വാലിഹ, ഒരു താൻ തോന്നിയായ മയ്യിത്താണോ അത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞെന്താ അറിയോ? യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, നിങ്ങൾ എവിടേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നല്ല ആളും ചീത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ, ആ ശബ്ദമുണ്ടല്ലോ, ആ മയ്യിത്തിന്റെ അട്ടഹാസമുണ്ടല്ലോ, അതിന്റെ പ്രയാസമുണ്ടല്ലോ, അത് എല്ലാ വസ്തുക്കളും കേൾക്കുന്നില്ലൽ ഇൻസാൻ, മനുഷ്യരൊഴികെ നമുക്കത് കേൾക്കാൻ കഴിയില്ല, നമുക്കത് കേൾക്കാൻ കഴിയില്ല. അതിന്റെ യുക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വലൗ സമിഅഹു സ്വഇഖ,
ആ മനുഷ്യൻ അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധം കെട്ട് വീടുമായിരുന്നു. പിന്നെ ഒരു ബാപ്പയെയും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു മകനുണ്ടാവൂല. ഒരു മകനെ കൊണ്ടുപോകാൻ ബാപ്പയുണ്ടാവുകയില്ല, ആരുമുണ്ടാവുകയില്ല. അത്രയേറെ ഭയവിഹുലരായി മാറുന്ന ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ അത്. നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ഖുത്ബ ശ്രവിക്കുന്ന ഞാൻ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, മയ്യിത്ത് കട്ടിൽ നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇപ്പോഴും നമുക്കുള്ള സമാധാനം എന്താ? ഞാനിപ്പോഴൊന്നും മരിക്കൂല, കാരണം എനിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല, എനിക്ക് പിന്നെ ശാരീരികമായിട്ടൊരു പ്രയാസമില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു തടസ്സമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുള്ള വചനം നമുക്കറിയാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും. അതിനൊരു ടേസ്റ്റ് ഉണ്ട്, അത് ആസ്വദിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രയാസപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താണ്? എന്തൊരു പ്രയാസമാണ് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആരാ പ്രവാചകൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അറിയാലോ. അപ്പൊ നമുക്കതിന് ചിന്തിക്കാൻ പാടുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ മരണവേദന നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും, അതിലൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ അള്ളാഹു ഓപ്ഷൻ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല മാർഗം, ചീത്ത മാർഗം, നല്ലതിനെ നമ്മൾ പിന്തുടരുക. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് ജനാസയോടൊപ്പം പുറപ്പെടുന്നതിനെ അനുവദിച്ചിട്ടില്ല. മഹദിയായ ഉമ്മു അജിയ റളിയല്ലാഹു അൻഹ പറയാണ്, നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസയെ പിന്നിലൂടെ പോകുന്നത്, അനുഗമിക്കുന്നത് ഞങ്ങളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരായ നമ്മളെല്ലാവരും അതിന്റെ പിന്നാലെ നമ്മൾ പോകണം. പിന്നെ നമുക്ക് ആ മയ്യിത്തിനോടുള്ള മറ്റൊരു ബാധ്യത എന്ന് പറഞ്ഞാൽ, ആ മയ്യിത്തിന് വേണ്ടി നമസ്കാരം നമ്മൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അവിടെയും നമ്മൾ കൃത്യമായ നിയ്യത്തോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ആ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. ആ നമസ്കാരത്തിന്റെ രൂപം കൃത്യമായി കൊണ്ട് പഠിക്കുവാനും അതിലെ പ്രാർത്ഥനകൾ കൃത്യമായി കൊണ്ട് ചൊല്ലുവാനും നമുക്ക് സാധ്യമാകണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി മരിച്ച് വേറെ ആരെങ്കിലും ഇമാം നമസ്കരിക്കുന്നതും നമ്മുടെ ഉപ്പക്ക് വേണ്ടി, നമ്മുടെ മോനക്ക് വേണ്ടി, നമ്മുടെ ഉമ്മക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്ന വ്യത്യാസമുണ്ട്. പൊന്നുപ്പച്ച് മുമ്പിൽ കിടക്കുമ്പോൾ മകൻ അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ പൊറുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ പൊന്നുമോന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ? നിന്നെ വളർത്തിണ്ടാക്കി എന്റെ അപ്പയാണ്, എനിക്ക് അതബ് പഠിപ്പിച്ചു തന്ന, എനിക്ക് വിദ്യാഭ്യാസം നൽകിയ, എന്നെ സ്നേഹിച്ച് താലോലിച്ച് എന്റെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷകൾ എനിക്ക് എത്തിച്ചെന്ന എന്റെ ഉപ്പയാണ് കിടക്കുന്നത്. വർഹംഹു, പടച്ചവനെ പൊറുത്തു കൊടുക്കണേ അല്ലാ. മകൻ പ്രാർത്ഥിക്കുമ്പോ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് സാധ്യമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലി അലൈഹാ, ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ച് അതിനുവേണ്ടി മയ്യിത്ത് നമസ്കരിച്ചാൽ ഫലഹു ഖീറാത്ത്, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വമൻ ഷഹിദ ഹത്താ തുദ്ഫന കാന ലഹു ഖീറാത്താൻ, ആ മയ്യിത്തിനെ ഖബറടക്കം ചെയ്യുന്നതുവരെ അവിടെ ഹാജരായാൽ ആരെയും കാണിക്കാനല്ല, ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ പറയാനില്ല, ഞാൻ പള്ളിയിലെ മെമ്പറല്ലേ, എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കാനില്ല, മറിച്ച് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ മയ്യിത്ത് മറമാടുന്നതുവരെ അവിടെ ഹാജരായാൽ ഖീറാത്താൻ, അവൻക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഖീറാത്താൻ, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ, മിസ്ലുൽ ജബലൈനിൽ അളീമൈൻ, വലിയ
വലിയ രണ്ട് പർവ്വതം പോലെയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് കൊടുക്കും. ഇപ്പൊ നമ്മുടെ പുതുനഗരം കഴിഞ്ഞ് അവിടെ കുറച്ചപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഓഫർ ഉണ്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തേക്കാരം ഇവിടുത്തെ അവസ്ഥ? നമ്മൾ കൂട്ടുകാരെ അറിയിക്കും, നമ്മൾ വാഹനം ശരിയാക്കും, നമ്മൾ സമയം ശരിയാക്കും. എന്താണ്? അത് കിട്ടാനാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയ ഓഫറാണ് പ്രിയപ്പെട്ടവരെ. 2 പർവ്വതം കണക്കിന് നിലയിലുള്ള അത്രയോളം പ്രതിഫലമാണ് ഒരു മയ്യിത്തിനെ സന്ദർശിച്ചതിന് ഖബറടക്കം ചെയ്ത് അതിന്റെ പൂർണ്ണതയോടുകൂടി അവൻ കടന്നു വന്നാൽ ആ പ്രതിഫലം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കിട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ പ്രിയപ്പെട്ടവരെ, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണമെന്ന് കൂടിയുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ മയ്യിത്തിനെ സന്ദർശിക്കുമ്പോ, മയ്യിത്തിനെ മറവ് ചെയ്യുമ്പോ, മയ്യിത്തിന്റെ പിന്നാലെ പോകുമ്പോ നമ്മുടെ കൽബിലുണ്ടാകുന്ന ചിന്ത, അല്ലാഹുവേ ഇതുപോലെ ഒരു ദിവസം എനിക്കും യാത്ര തിരിക്കേണ്ടതുണ്ടല്ലോ റബ്ബേ. എന്റെ മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, ഒരാളും എനിക്ക് സഹായത്തിനില്ലാത്ത ഒരു ദിവസത്തിലേക്ക് ഞാനും പോകേണ്ടതുണ്ടല്ലോ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് നമ്മുടെ ഈമാനിന് ശക്തി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ അതിന്റെ മേന്മയോടുകൂടിയും അതിന്റെ സിഫത്തോടുകൂടിയും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മയ്യിത്തിനെ മറമാടിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പ്രതിഫലമൊക്കെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് ആ മയ്യിത്തിനോടുള്ളൊരു ബാധ്യത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി സ്വഹാബത്ത് പറയാണ്, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫുരിഅ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്തിനെ മറമാടിക്കഴിഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുകയും സ്വഹാബത്തിനോട് പറയും ചെയ്യുമായിരുന്നു. എന്താണ്? ഇസ്തഗ്ഫിറൂ ലി അഖീകും. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം ചോദിക്കുക. ആരോട് പ്രിയപ്പെട്ടവരെ? ആരോട് ചോദിക്കണം? അല്ലാഹുവിനോട് ചോദിക്കണം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ എത്രയെത്ര വചനങ്ങളാണ് നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വചനങ്ങൾ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആരും നിരാശരാകേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, അയൽവാസിയോട് ചോദിക്കാൻ പരിധിയുണ്ട് അല്ലേ? കൂട്ടുകാരനോട് ചോദിക്കാൻ പരിധിയുണ്ട്. നമ്മുടെ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് പരിധി വേണ്ട. ഏത് സമയത്തും നമ്മുടെ മനസ്സ് തുറക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും. നിങ്ങൾ ആ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ. വസ്സലൂ ലഹു അത്തസ്ബീഹ്. അവനും ഒരു സ്ഥൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണേ. കാരണം ഫഇന്നഹുൽ ആന യുസ്അലൂ. അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മലായികത്തുകൾ വരുന്നുണ്ട്. ആ മലായികത്തുകളുടെ ചോദ്യമുണ്ട്, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മനുഷ്യ നല്ല മനുഷ്യനാണെങ്കിൽ
റബ്ബിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ, ജീവിതത്തിൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണോ അവൻ പറഞ്ഞു പോകും റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ്. അവൻ പറയും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ ഈ ഐക്കല്ലും തകിടും മറ്റുള്ള ചില കുറുക്കുവഴികൾ സ്വീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഓൽക്കുന്നത് പ്രതീക്ഷിക്കണ്ട. പ്രിയപ്പെട്ടവരെ, കറകളഞ്ഞ തൗഹീദുള്ളവർക്കേ രക്ഷയുള്ളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുവേ അവനെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. അല്ലേ, സാധാരണയായി നമ്മളൊക്കെ പ്രാർത്ഥിച്ചു വരാവുന്ന ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ആ ചോദ്യം ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ ആ മനുഷ്യന് നീ സ്ഥൈര്യം കൊടുക്കണമേ അല്ലാഹ്. മലക്കുകൾ ചോദ്യം ചോദിക്കുമ്പോ അത് പറയാനുള്ള ഒരു സ്ഥൈര്യം നീ കൊടുക്കണമേ. ഇത് പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിലും പ്രിയപ്പെട്ടവരെ അർത്ഥം കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് മറുപടി നീ തോന്നിപ്പിക്കണമേ. പ്രയാസമൊന്നുണ്ടാക്കാതെ മറുപടി പറയാൻ നമുക്ക് സാധ്യമാകണേ. അല്ലാഹുമ്മ ജാഫൽ ഖബ്രി അൻ ജംബൈഹി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിനെ ഇരു പാർശ്വങ്ങളിൽ നിന്നും നീ അകറ്റി കൊടുക്കണമേ, അഥവാ അവനക്ക് നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ നീ അവനോട് പുറത്തു കൊടുക്കണമേ. വർഹംഹു, അവനോട് നീ കരുണ കാണിക്കണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസൽ, പഠിച്ചോനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആ മയ്യത്തിന് നീ നിർഭയത്വം നൽകണമേ. ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ അവിടുന്ന് പിന്തിരി. അതൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. ഇത് ചെയ്യാത്ത ആളുകളല്ല നമ്മളെല്ലാവരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതൊക്കെ കൃത്യമായി അതിന്റെ ആശയ തലങ്ങളിലൂടെ കടന്നു ചെന്ന് ഇതിന്റെ പ്രതിഫലം മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. നിസ്കാരം അത് ആസ്വദിച്ച് നിർവഹിക്കാനുള്ളതാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ പാരായണം അത് ആസ്വദിച്ച് നിർവഹിക്കുവാനുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും വെറുതെ നമസ്കരിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളൊക്കെ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഉള്ളുകളിലേക്ക് നമുക്ക് പോകാനുള്ള സമയം ഒരു ഖുതുബയുടെ പരിധി നമുക്ക് പെടൂല. അത് കൂടുതൽ സമയം നമുക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും അത് പഠന വിധേയമാക്കുക, കൃത്യമായി കൊണ്ട് പഠിക്കുക. മയ്യത്തിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ആ മയ്യത്തിനെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് മറമാടേണ്ടത്, അതിനെ എങ്ങനെയാണ് ആ മറമാടിക്കഴിഞ്ഞ് അവിടെ നടക്കുന്ന സുന്നത്തുകൾ എന്ത്, അവിടെ നടക്കുന്ന ബിദ്അത്തുകൾ എന്ത് എന്നൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹ്ഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, കുടുംബക്കാർ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീൻ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.